അഡ്വക്കേറ്റ് ബി.എ. ആളൂർ എന്ന പ്രസിദ്ധ ക്രിമിനൽ വക്കീൽ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണാനന്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന ന്യൂസ് റിപ്പോർട്ടുകളുടെയും വീഡിയോകളുടെയും താഴെ മനുഷ്യത്വത്തിനും മാനവികതക്കും നിരക്കാത്ത ഒരുപാട് കമന്റുകൾ എഴുതപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വ്യക്തി ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ ആണെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തെ തെറിവിളിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്, ആ വിഷയത്തിലുള്ള പ്രവാചക അധ്യാപനം എന്താണ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബി.എ. ആളൂർ എന്നാൽ ആരാണ് എന്നറിയാത്തവർക്ക് വേണ്ടി ഏതാനും മിനിറ്റുകളിൽ ഒരു ഹ്രസ്വമായ അവലോകനം നമുക്ക് ശ്രമിക്കാം. ബി.എ. ആളൂർ അന്തരിച്ചു. ചാലക്കുടി ആളൂർ സ്വദേശിയായ ബിജു ആന്റണി വൃക്ക സംബന്ധമായ അസുഖത്താൽ ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. ബി.എ. ആളൂർ എന്ന പേര് കേട്ടാലറിയാത്ത മലയാളികൾ ഇന്ന് ചുരുക്കമാണ്. കേരളത്തെ പിടിച്ചുലച്ച കേസുകളിൽ പലതിലും പ്രതിഭാഗത്തിന്റെ ശബ്ദമായതോടെയാണ് ആളൂർ ശ്രദ്ധേയനായത്. ബിജു ആന്റണി ആളൂർ എന്ന ബി.എ. ആളൂരിനെ മലയാളികൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാനെത്തിയപ്പോഴാണ്. കേരളത്തെ നടുക്കിയ സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദച്ചാമിയോട് മലയാളികൾക്ക് അടക്കാനാവാത്ത ദേഷ്യമുണ്ടായിരുന്നു. അയാളുടെ ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ ആ ദേഷ്യം ഇരട്ടിച്ചു. അയാൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഗോവിന്ദച്ചാമിയെ പോലൊരാൾക്ക് കോടതിയിൽ നിയമസഹായവുമായി ആരും എത്തില്ലെന്ന പൊതുവിശ്വാസത്തെ തകർത്താണ് ആളൂർ എത്തുന്നത്. എത്ര കടുത്ത കുറ്റം ചെയ്താലും നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ പ്രതിക്ക് കിട്ടണമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ആളൂരിന്റെ വരവ്. അതോടെ ഗോവിന്ദച്ചാമിയോടുള്ള വെറുപ്പിന്റെ പങ്ക് ആളൂരിനും കിട്ടി. അവിടുന്ന് അങ്ങോട്ട് കേരളം നടുങ്ങിയ കേസുകളിൽ കൊടും ക്രിമിനലുകളുടെ ഭാഗത്ത് വക്കീലായി ആളൂരിന്റെ പേരും കേട്ടു തുടങ്ങി. ഗോവിന്ദച്ചാമിക്കായി ഹാജരാകുന്ന വക്കീൽ എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത്. എന്നാൽ സിറ്റിംഗിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഇദ്ദേഹം എങ്ങനെ ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനായി എത്തുന്നു എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദച്ചാമിക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ അത് ആളൂരിനേറ്റ കനത്ത പ്രഹരം എന്ന നിലയിൽ തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടത്. ആളൂരിനെ കണക്കിന് കളിയാക്കാനും സൈബർ അറ്റാക്ക് നടത്താനും ആളുകൾ സോഷ്യൽ മീഡിയയിൽ മത്സരിച്ചു. ആളൂരിന്റെ കക്ഷികൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചടികളെല്ലാം ആഘോഷിക്കപ്പെട്ടു. തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ. തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി. ആളൂരിന്റെ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ് കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ്. പൂനെയിൽ നിന്നാണ് നിയമബിരുദം കരസ്ഥമാക്കുന്നതും. അവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ തുടർന്നു. ക്രിമിനൽ കേസുകളോട് തന്നെയായിരുന്നു ആളൂരിന് എന്നും പ്രിയം. ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് 1999-ലാണ്. കേരളത്തിലെ വിവിധ കോടതികളിൽ 4 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അന്നും ക്രിമിനൽ കേസുകളിലായിരുന്നു ആളൂരിന്റെ സാന്നിധ്യം. 4 വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹം പൂനെയിലെത്തി. അവിടെ പല കേസുകളിലും അദ്ദേഹം വിജയിച്ചു, ചിലതിൽ പരാജയപ്പെട്ടു. ഗോവിന്ദച്ചാമിക്ക് പുറമെ കൂടത്തായി ജോളിക്കും അമീറുൽ ഇസ്ലാമിനായും ആളൂർ കോടതിയിൽ ഹാജരായി. ഇലന്തൂർ ഇരട്ട നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകൻ ആളൂർ തന്നെയായിരുന്നു. പ്രസിദ്ധമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയെന്നത് ആളൂരിന് ഒരു ഹരമായിരുന്നു. തുടക്കത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായി ആളൂർ കോടതിയിൽ ഹാജരായിരുന്നു. പോയി കൊന്നിട്ട് വാ, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറയുന്ന ഒരു വക്കീലല്ല ഞാൻ. ഏതെങ്കിലും കേസിൽ പ്രതിയായി പോയ ശേഷം എന്നെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കോടതിയിലെത്താറ്. ഈ വാക്കുകൾ ആളൂരിൻ്റെതാണ്. എന്റെ അടുത്ത് വരുന്ന ഒരു കക്ഷി, ആ കക്ഷിക്ക് നീതി കിട്ടാനായി അവരുടെ കുടുംബം തന്നെ എതിരെ നിന്നാലും ഞാൻ രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പലവട്ടം പറഞ്ഞു. 2 വർഷത്തിലേറെയായി വൃക്കരോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചക്കായിരുന്നു അന്ത്യം. അഡ്വക്കേറ്റ് ബി.എ. ആളൂർ ആരാണ് എന്ന വിഷയത്തിൽ ഒരു ഹ്രസ്വമായ ചിത്രം നമുക്ക് ഇത്രയും വീഡിയോ കണ്ടതിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ക്രിമിനൽ വക്കീലായ ഇദ്ദേഹം കേരളത്തിന്റെ മനസ്സാക്ഷി ഒന്നാകെ മരവിച്ചു പോയ പല കേസുകളിലും പ്രതിഭാഗത്തിന്റെ ശബ്ദമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം കേരളം ഒന്നാകെ പ്രതികൾ രക്ഷപ്പെടരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ച പല കേസുകളിലും പ്രതികൾ രക്ഷപ്പെടുകയും പ്രതികൾക്ക് നിരപരാധി പട്ടം ചാർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം ഒരു വ്യക്തി മരിച്ചാൽ മരണാനന്തരം അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ തെറിവിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമല്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. നബിതങ്ങൾ പറയുകയാണ്, ലാ തസുബ്ബുൽ അംവാത് ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. മരണപ്പെട്ടു പോയവരെ നിങ്ങൾ അധിക്ഷേപിക്കരുത്, കാരണം അവർ കർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് യാത്രയായവരാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഫീഹി സജറുൻ അൻ സബ്ബിൽ അമവാത്ത്, മരണപ്പെട്ടു പോയവരെ അധിക്ഷേപിക്കുന്നത് നിഷിദ്ധമാണ് എന്ന വ്യക്തമായ സൂചന ഈ ഹദീസിലുണ്ട്. തുടർന്ന് മഹാനവറുകൾ പറയുകയാണ്, അവര് കർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് യാത്രയായവരാണല്ലോ, ഇനി അവരെ വിമർശിക്കുന്നതിലും അധിക്ഷേപിക്കുന്നതിലും ഒരു പ്രയോജനവുമില്ല. എന്നു മാത്രമല്ല, അവരെ നമ്മൾ വിമർശിക്കുമ്പോൾ അവരുടെ ഇഷ്ടജനങ്ങളും കുടുംബങ്ങളും മനസ്സ് വേദനിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു നടപടി ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല തന്നെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, മാനവിക വിശ്വാസികളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, മരിച്ചവർ അവരെത്രമേൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവരാണെങ്കിൽ പോലും മരണാനന്തരം അവരെ അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും മനുഷ്യത്വരഹിതമാണ്. നമ്മൾ ഒരിക്കലും കൈക്കൊള്ളാൻ പാടില്ലാത്ത സ്വഭാവമാണിത്. ഒരു പക്ഷേ മരിച്ചവരുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കും. അത്തരം ഘട്ടങ്ങളിൽ പോലും മരിച്ചവർക്ക് നേരെ അധിക്ഷേപം ഉന്നയിക്കാത്ത രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാവൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കണ്ടവർക്ക് സന്തോഷം നേരുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി വിട ചോദിക്കുന്നു.